സഭാപ്രസംഗി പ്രസംഗിച്ചതെന്ത്? പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ കഥയിൽ ദാവീദിന്റെ മകനും ഇസ്രായേലിന്റെ മൂന്നാമത്തെ രാജാവുമായിരുന്ന ശലോമോൻ രചിച്ച സഭാപ്രസംഗിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യ പുസ്തകമായ സദൃശവാക്യങ്ങളുടെ പൊതുവായ വിഷയം ജ്ഞാനമായിരുന്നു എങ്കിൽ ഈ പുസ്തകത്തിലെ പ്രധാന വിഷയം മായയും ഭോഷത്വവുമാണ്. ഇസ്രായേലിന്റെ രാജാക്കന്മാരിൽ ശലോമോനെ പോലെ സമ്പന്നനായും ജ്ഞാനിയായും വേറൊരു രാജാവ് മുമ്പും പിമ്പും ഉണ്ടായിരുന്നില്ല. തൻ്റെ ചെറിയ പ്രായത്തിൽ സിംഹാസനത്തിലിരുന്ന ശലോമോൻ ദൈവത്തിന്റെ ജനത്തെ വിവേകത്തോടെ ഭരിക്കാനുള്ള ജ്ഞാനം ദൈവത്തിൽ നിന്ന് തന്നെ ചോദിച്ചു വാങ്ങി. ജനത്തെ ജ്ഞാനത്തോടും വിവേകത്തോടും നടത്തിയെങ്കിലും തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ രാജാവായിരിക്കുന്നവൻ ചെയ്യരുതെന്ന് ദൈവം കൽപ്പിച്ച കാര്യങ്ങളെ പലതും ശലോമോൻ ചെയ്തു. അതിൽ ചിലതായിരുന്നു അനേകം ഭാര്യമാരെ എടുക്കരുതെന്നും അനവധി കുതിരകൾ ഉണ്ടാകരുതെന്നും അധികമായി സ്വർണവും വെള്ളിയും എടുക്കരുതെന്നും ഉള്ളത്. ഈ കൽപ്പനകളെ ഒന്നും ശലോമോൻ വില കൽപ്പിച്ചില്ല. ശലോമോന് 700 ഭാര്യമാരും അനവധി കുതിരകളും ഉണ്ടായിരുന്നു. ശലോമോന്റെ കാലത്ത് വെള്ളിയുടെ പെരുപ്പം നിമിത്തം അതിന് വിലയില്ലായിരുന്നു. അങ്ങനെ ജ്ഞാനത്തോടൊപ്പം സമ്പത്തും ധാരാളമായി വർദ്ധിച്ച ശലോമോൻ ദൈവത്തെ മാറ്റി നിർത്തി തൻ്റെ മാനുഷിക ജ്ഞാനത്തിൽ കാര്യങ്ങളെ വിലയിരുത്താനും തൻ്റെ ബുദ്ധിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളെ ചെയ്യുവാനും ആസ്വദിക്കുവാനും തുടങ്ങി. സൂര്യൻ്റെ കീഴിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന സകല പ്രയത്നവും യാതൊരു ലാഭവും ഇല്ലാത്തതാണെന്നും വൃഥാവാണെന്നും ശലോമോന് തോന്നി. അതുകൊണ്ട് തന്നെ ശലോമോന്റെ കണ്ണും ഹൃദയവും ആഗ്രഹിച്ച സന്തോഷമെല്ലാം അവൻ അതിന് നൽകി. ആ സന്തോഷം നൽകിയ പ്രവൃത്തികളിൽ വീഞ്ഞും ഭോഷത്വവും സമ്പത്തും സ്ത്രീകളും എല്ലാം ഉൾപ്പെട്ടിരുന്നു. തൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ മനുഷ്യർ ദൈവത്തെ ഭയപ്പെടണം എന്നും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ശാശ്വതമെന്നും മനുഷ്യന് ഒരു നിത്യത ദൈവം വച്ചിരിക്കുന്നു എന്നുമൊക്കെ നല്ല ബോധ്യമുണ്ടായിരുന്നിട്ടും ശലോമോൻ തൻ്റെ മനസ്സിന് ബോധിച്ചതുപോലെ പലതിനെക്കുറിച്ചും തെറ്റായ തീർപ്പിലെത്തി. അതിൽ ചിലതായിരുന്നു മനുഷ്യന് മൃഗത്തെക്കാളും വിശേഷതയില്ല എന്നും മരിച്ചവർക്ക് പ്രതിഫലം ഇല്ല എന്നും വളവുള്ളത് നേരെയാക്കാൻ കഴിയില്ല എന്നുമൊക്കെയുള്ള തത്വങ്ങൾ. ഇങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ മായാകാലത്ത് ശലോമോൻ പല കാര്യങ്ങളെക്കുറിച്ചും തൻ്റെ മനസ്സ് പറഞ്ഞ പലതുമാണ് ശരിയെന്ന് കരുതി. എങ്കിലും മനുഷ്യൻ എത്ര പ്രയാസപ്പെട്ട് അന്വേഷിച്ചാലും സൂര്യൻ്റെ കീഴിൽ നടക്കുന്ന പ്രവൃത്തി ആരാഞ്ഞറിയാനോ പൂർണ്ണമായി ഗ്രഹിക്കാനോ അവന് കഴിയില്ലെന്നും ഒരു ജ്ഞാനിക്ക് കൂടി അത് അസാധ്യമാണെന്നും സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ ശലോമോൻ മനസ്സിലാക്കി. ആ വിചാരം അവനെ വീണ്ടും ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ശലോമോൻ തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ യൗവനകാലത്ത് തന്നെ സൂര്യന് മേലോട്ട് നോക്കി തൻ്റെ സൃഷ്ടാവിനെ അറിയണമെന്നും മനുഷ്യന് ഒരാത്മാവുണ്ടെന്നും അത് അതിന് നൽകിയ ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകും എന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുമാത്രവുമല്ല, ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നുള്ളതിനാൽ ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം. അതാണ് സകല മനുഷ്യർക്കും വേണ്ടുന്നത് എന്നും ശലോമോൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തെ മാറ്റി നിർത്തി താൻ കണ്ടെത്തിയതും ആസ്വദിച്ചതുമായ സകലവും വെറും മായയായിരുന്നു എന്ന് മനസ്സിലാക്കിയ ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്ന ശലോമോൻ നമുക്ക് ഉപദേശിച്ചു തന്ന ഉപദേശത്തിനൊത്തവണ്ണം ദൈവത്തെ ഭയപ്പെട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് നയിക്കാം. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ
വേറൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.